സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്കൂളിലത്തെ ഒരു ആളൊഴിഞ്ഞ കോറിഡോർ, അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലത്തെ ഒരു വലിയൊരു ഓഫീസ് മുറി, ഒരു മേൽപ്പാലത്തിന്റെ അടിയിലത്തെ ഒരു സെക്യൂർഡ് സ്പോട്ട്. ഞാൻ ഈ പറഞ്ഞ 3 എക്സാമ്പിൾസിനും കോമൺ ആയിട്ട് ഒറ്റ എലമെന്റേ ഉള്ളൂ. അത് യൂഷ്വലി അവിടെ എപ്പോഴും ഒരു ജനത്തിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെ ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനത്തെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അൺഈസി ആയിട്ടുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നാച്ചുറലി ഇവോക്ക് ചെയ്യാണ്. ആ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് ക്വൈറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ലിമിനൽ സ്പേസസ്. 4chan എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ 2019 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പടം നിങ്ങൾ കണ്ടു നോക്കി. ആ കാലത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിട്ടൊരു പടമായിരുന്നു. ആൻഡ് ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് കെയ്ൻ പാഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 16 വയസ്സുകാരൻ ബ്ലെൻഡറും അതുപോലെ തന്നെ റിയൽ ലൈഫ് ടെക്നോളജിയും കമ്പൈൻ ചെയ്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്ക് റൂംസ് ഫൗണ്ട് ഫുട്ടേജ് എന്നിട്ടുള്ള ഒരു യൂട്യൂബ് സീരീസ്, ഒരു ഹൊറർ സീരീസ് തന്നെ ഡെവലപ്പ് ചെയ്തത്. ഈ ഹൊറർ ഫാൻസിന്റെ ഇടയിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും ഈ ബാക്ക് റൂംസ്. ആൻഡ് ഫൈനലി ഈ അടുത്താണ് A24 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ ഹൗസ് അന്ന് തരംഗായിട്ടുണ്ടായിരുന്നിട്ടുള്ള ആ ഒരു യൂട്യൂബ് സീരീസിനെ ഒരു ഫീച്ചർ ഫിലിമായിട്ട് കൊണ്ടുവരാനായിട്ട് 20 വയസ്സുകാരനായിട്ടുള്ള കെയ്ൻ പാഴ്സൺസിനെ ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു 20 വയസ്സുകാരനായിട്ടുള്ള പയ്യൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ബാക്ക് റൂംസ് പറഞ്ഞിട്ടുള്ള ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഒരു പടത്തിനെ കുറിച്ചാണ്. ആൻഡ് ഈ പടം കണ്ട നിങ്ങളുടെ കിളി പോകുന്നു മാത്രമല്ല, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എവിടെയാണ്, അതായത് നിങ്ങളുടെ ഒരു സെൻസ് ഓഫ് റിയാലിറ്റി തന്നെ മാറും. ഒരുപാട് കാലത്തിന് ശേഷം ഒരു ക്രിയേറ്റിവിറ്റി ഒറിജിനൽ ആയിട്ടുള്ള, ടെക്നിക്കലി ആൻഡ് വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു പടമാണിത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പ്ലോട്ട് ഒന്നുമില്ല, വലിയ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രേതങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ലിമിനൽ സ്പേസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതിലൂടെയാണ് അവർ ആ ഒരു ഹൊറർ സംഭവം ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഈ ഒരു പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കണം. കാരണം അതിലത്തെ വിഷ്വൽസ്, അതിന്റെ ആ ഒരു സൗണ്ട് ഡിസൈൻ, ഇറ്റ് റിയലി ക്രീപ്സ് ഇൻ ടു യുവർ മൈൻഡ്. ആൻഡ് അത് തന്നെയാണ് ആ ഒരു ബാക്ക് റൂംസിന്റെ എക്സ്പീരിയൻസ്. ഈ ഒരു പടം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിന്റെ ആ ഒരു empty ഹോൾവേ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈശ്വര ഞാനിനി ബാക്ക് റൂംസിൽ പെട്ടുപോയെന്ന് വിചാരിക്കും. ദാറ്റ്സ് ഹൗ യു ഡെലിവർ ദ പെർഫെക്റ്റ് ഹൊറർ എക്സ്പീരിയൻസ് ടു ദ ഓഡിയൻസ്. അങ്ങനത്തെ ഒരു യുണീക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക് റൂംസ് തിയേറ്ററിൽ തന്നെ പോയി ചെക്കൗട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കിയാൽ ഇറ്റ് വുഡ് ബി പോയിന്റ്ലെസ്. കാരണം ഈ പടത്തിൽ തന്നെ പറയുന്ന പോലെ ഇറ്റ്സ് ലൈക്ക് ഡിസ്ക്രൈബിംഗ് എ ഡോഗ് ടു സമ്മൺ ഹു ഹാസൻ സീൻ എ ഡോഗ് ആൻഡ് ദെൻ ആസ്കിംഗ് ദെൻ ടു ഡ്രോ ഇറ്റ്. കിളി പോയില്ലേ, അതാണ് പടം.